ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണിയുമായി ബി.ജെ.പി. സംഘടനാ പരിചയത്തിനൊപ്പം പ്രാദേശിക പ്രാധാന്യത്തിനു കൂടി മുൻഗണന നൽകിയാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 64-അംഗ സംഘത്തിൽ 40% പേർ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടുത്തി ദേശീയതലത്തിൽ കൂടുതൽ വൈവിധ്യമാർന്ന നേതൃനിര സൃഷ്ടിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തപ്പോൾ പീയൂഷ് ഗോയലിന് ദേശീയ ട്രഷറർ സ്ഥാനം നൽകി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ബി.എൽ. സന്തോഷിനെയും ദേശീയ സെക്രട്ടറിയായി കെ. സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. അതേസമയം ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എ.പി. അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കി. പുതിയ ദേശീയ ഭാരവാഹി സംഘത്തിൽ 23 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നേതാക്കളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ സംഘടനയുടെ നേതൃനിരയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പരിഗണന ലഭിച്ചു. ത്രിപുര, അസം, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ നേതാക്കൾ വീതം നേതൃനിരയിലുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏകോപനത്തിനായുള്ള പ്രത്യേക സെൽ തങ്ങളുടെ പ്രവർത്തനം തുടരും. സാംബ്രിത് പത്രയാണ് ഇതിന്റെ ചുമതല വഹിക്കുക. ആദിവാസി വിഭാഗത്തിൽ നിന്ന് 4 നേതാക്കളെയാണ് നേതൃനിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, വടക്കുകിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ ഉത്തർപ്രദേശ്, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും 3 നേതാക്കളുണ്ട്. ഇതിനു പുറമെ വിവിധ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും പട്ടികയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. 10 വനിതാ നേതാക്കളാണ് ദേശീയ നേതൃത്വത്തിൽ ഇടം നേടിയിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പരിചയസമ്പന്നരായ വനിതകളെ ഉൾപ്പെടുത്തി വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ വനിതകളെ അധികാരസ്ഥാനത്തേക്ക് എത്തിക്കാനുമാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും ദേശീയ ഭാരവാഹി സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിഖ്, മുസ്ലിം, ജൈന, പാർസി വിഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തരും, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് 2 പേരും പട്ടികയിലുണ്ട്. പരിചയസമ്പന്നരായ നേതാക്കൾക്കാണ് പുതിയ സംഘത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിമാരായ വസുന്ധര രാജെ, തീർത്ത് സിംഗ് റാവത്ത്, ബിപ്ലബ് കുമാർ ദേബ് എന്നിവർ പട്ടികയിലുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി പാർട്ടിയുടെ മുൻ അധ്യക്ഷന്മാരായി പ്രവർത്തിച്ച നേതാക്കളും സംഘത്തിലുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന 4 നേതാക്കളും നിലവിൽ കേന്ദ്രമന്ത്രിയായ ഒരാളും പുതിയ ടീമിലുണ്ട്. ഭരണപരിചയം സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ലോക്സഭയിലും രാജ്യസഭയിലുമായി പ്രവർത്തിക്കുന്ന 18 ജനപ്രതിനിധികളും ദേശീയ ഭാരവാഹി സംഘത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നിർമ്മാണ രംഗത്തെ പരിചയം ദേശീയ സംഘടനയ്ക്ക് പ്രയോജനപ്പെടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അക്കാദമിക്, പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പട്ടികയിൽ പ്രാധാന്യമുണ്ട്. 2 പ്രൊഫസർമാർ, 4 ഡോക്ടർമാർ, PhD ബിരുദധാരികൾ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, അഭിഭാഷകർ എന്നിവരും സംഘത്തിലുണ്ട്. ബി.ജെ.പി. IT സെൽ മേധാവി സ്ഥാനത്ത് നിന്ന് അമൃത് മാളവിയെ മാറ്റിയെന്നതും എടുത്തു പറയേണ്ട മാറ്റമാണ്. കെമിസ്ട്രി പ്രൊഫസറായ ദീപക് മാസ്കിയാണ് പുതിയ IT ചീഫ്. ജെൻസിയെ ആകർഷിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കലാകും ഇദ്ദേഹത്തിനുള്ള വെല്ലുവിളി. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ്മാർ 13 പേരാണുള്ളത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കർണാടകയിൽ നിന്നുള്ള ബി.എൽ. സന്തോഷാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രൊഫസർ താരിഖ് മൻസൂർ ഉപാധ്യക്ഷനായി. സ്മൃതി ഇറാനിയെ ജനറൽ സെക്രട്ടറിയാക്കിയത് ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. നേരത്തെ 11 വർഷം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന കെ. സുരേന്ദ്രൻ 2020 മുതൽ 5 വർഷം സംസ്ഥാന പ്രസിഡന്റുമായി. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ വേളയിലാണ് കെ. സുരേന്ദ്രനെ മാറ്റിയത്. തുടർന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദേശീയതലത്തിൽ സംഘടനാ ചുമതല ലഭിക്കുമെന്നും വിവരങ്ങൾ വന്നിരുന്നു. ഈ വേളയിൽ കൂടിയാണ് ദേശീയ സെക്രട്ടറിയായി ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.